നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അന്യോന്യത്തിലേക്ക് സ്വാഗതം. അന്യോന്യത്തിൽ ഇത്തവണ പങ്കെടുക്കുന്നത് ഏറ്റവും നല്ല രണ്ടാമത്തെ സിനിമാ നടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിയ സജിത മഠത്തിലാണ്. സജിത, നമസ്കാരം. നാടുകാണി ചുരത്തിന്റെ നെറുകയിൽ നിന്നുകൊണ്ട് നാട് കാണാൻ വരുമോ നീ തത്തമ്മേ, സ്വന്തം നാട് കാണാൻ വരുമോ നീ തത്തമ്മേ. ഒരുപാട് അവാർഡ് ജേതാക്കളുണ്ട്. ആ അവാർഡ് ജേതാക്കൾക്കിടയിൽ നിന്ന് ഈ ആഴ്ചത്തെ അന്യോന്യത്തിൽ അതിഥിയാകേണ്ടത് ആര് എന്ന് ചിന്തിച്ചപ്പോൾ വ്യത്യസ്തയായ ഒരു അവാർഡ് ജേതാവ് എന്ന നിലയ്ക്കാണ് സജിതയെ തെരഞ്ഞെടുത്തത്. എന്തു തോന്നുന്നു? നല്ല സന്തോഷം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് കാലി ടിവിയിൽ വന്നിട്ട് ഇത്തരം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാൻ കാലി ടിവിയുടെ ഭാഗമായിരുന്ന ആളാണ്. കൈരളി കുടുംബത്തിലെ ഒരാളാണെന്ന് ഇപ്പോഴും ഞങ്ങൾ കരുതുന്നു. സിനിമാ നടി മാത്രമല്ല, സിനിമാ നടി മാത്രമായിരിക്കുന്ന ഒരു തെറ്റല്ല, സിനിമാ നടി മാത്രമല്ല സജിത എന്നതുകൊണ്ടാണ് സജിതയ്ക്ക് കിട്ടിയ അവാർഡ് വ്യത്യസ്തമാവുന്നത്. അവാർഡ് കിട്ടിയപ്പോൾ എന്തു തോന്നി എന്നതാണ് ഇത്തരം സംസാരങ്ങളുടെ ആദ്യത്തെ ചോദ്യം. പ്രതീക്ഷിച്ചിരുന്നോ? എന്തുകൊണ്ട്? പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ആ ഫീൽഡിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ വന്നേനെ. ഇപ്പൊ ഞാൻ അത്രയും നല്ലൊരു ക്യാരക്ടർ ചെയ്തു, അങ്ങനെ ഞാൻ പലരും കണ്ടിട്ടുണ്ട്, നല്ലൊരു ക്യാരക്ടർ ചെയ്തു എനിക്ക് വിഷമായി എന്നൊക്കെ പറയാം. ഞാൻ അങ്ങനെയേ അല്ലല്ലോ. എന്നാലും ചലച്ചിത്രോത്സവത്തിൽ ഈ സിനിമ ആളുകൾ നിന്ന് കാണുന്ന രീതിയിൽ പ്രദർശിപ്പിച്ചപ്പോ വളരെ നന്നായിട്ടുണ്ട്. ആ തെരുവ് വേശ്യയുടെ റോള് സജിത കൈകാര്യം ചെയ്തത് എന്നൊരു അഭിപ്രായം പരക്കുണ്ടായിരുന്നു. അവാർഡ് കിട്ടും എന്ന് തന്നെ പലരും പറഞ്ഞിരുന്നു. അത് സജിതയോടും പറഞ്ഞു കാണില്ലേ? എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തന്നെ വെറുതെ പറയുന്നതാണോ എന്നൊക്കെ ഞാൻ കുറച്ചൊക്കെ വിചാരിക്കായിരുന്നു. കുറച്ചൊക്കെ വെറുതെ പറയുന്നതായിരിക്കും, എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്കറിയാം, ഞാൻ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എനിക്കത് ഞാൻ ചെയ്യാൻ പറ്റുന്ന റോളാണ്. എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന റോളാണ്. പിന്നെ പക്ഷെ അത് എങ്ങനെ സിനിമയിൽ എങ്ങനെ വരും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. നമുക്ക് ആ കഥാപാത്രത്തിലേക്ക് വരാം. ഒരു പക്ക തെരുവ് വേശ്യ, അത് പലപ്പോഴും ചില സിനിമകളിലൊക്കെ അങ്ങനത്തെ കഥാപാത്രങ്ങൾ വന്നു പോയിട്ടുണ്ട്. പക്ഷെ അതൊരു സ്ത്രീക്ക് അവതരിപ്പിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയല്ലേ സത്യത്തിൽ? ഒന്നിന്റെ കാര്യം ചേരൻ, നമുക്ക് പിന്നെ ഒന്ന് ഒരു കഥാപാത്രമാണ് അല്ലെ, കഥാപാത്രം സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതിയിട്ടുള്ള ഡയറക്ടർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുന്ന ഒരു കഥാപാത്രം നമ്മൾ ചെയ്യാണ്. അപ്പൊ അതിൽ നമ്മളുടെ ഒബ്സർവേഷൻസ് സ്വാഭാവികമായിട്ടും ഉണ്ട് അല്ലെ, അതിൽ ആഡ് ചെയ്യപ്പെടും. സ്ക്രിപ്റ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു. ജോയ് മാത്യുവിന്റെ സ്ക്രിപ്റ്റ് വളരെ നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. ആ കഥാപാത്രം ജോയ് മാത്യു വളരെ വൃത്തിയായിട്ടാണ് എഴുതിയിട്ടുള്ളത്, വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള വളർച്ചയുള്ള ഒരു കഥാപാത്രമായിരുന്നു. 48 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്ന കഥയാണ് ഷട്ടർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അത് വളരെ വളരെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിൽ ഭയങ്കര കൃത്യത ഭയങ്കരമായിട്ട് പുലർത്തിയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. അപ്പോൾ എന്റെ അടുത്ത് ഇത് വായിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന കാലത്തും ഇത് ആദ്യ ഡ്രാഫ്റ്റ് ആയപ്പോഴൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റ്. ഞാൻ പലപ്പോഴും ജോയ്ക്ക് എങ്ങനെയാണ് ഈ സെക്സ് വർക്കേഴ്സുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻസ് ഏതെങ്കിലും കാലത്ത് അവരോട് സംസാരിക്കാനൊക്കെയുള്ള അവസരങ്ങൾ ജോയ്ക്ക് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ കേരളത്തിലെ സെക്സ് വർക്കേഴ്സിന്റെ ഒരു കൂട്ടായ്മയിൽ അവർക്ക് വേണ്ടിയിട്ട് വർക്ക്ഷോപ്പുകൾ ചെയ്യാനും അവരുമായിട്ട് സംസാരിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ നമ്മുടെയൊക്കെയുള്ള ഒരു ബോധമുണ്ടല്ലോ സെക്സ് വർക്കേഴ്സിനെ കുറിച്ച്, സിനിമയിലൂടെ തന്നെ കിട്ടിയിട്ടുള്ള കുറെ ബോധങ്ങൾ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സെക്സ് വർക്കേഴ്സ് ബന്ധം എന്ന് പറയുന്നത് സിനിമയിലും നമ്മൾ വായിക്കുന്ന കഥകളിലും അല്ലെങ്കിൽ കാണുന്ന നാടകങ്ങളിലും മാത്രമാണ്. പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമാണ് സ്ത്രീകളുടെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പബ്ലിക് ലൈഫ് നമുക്ക് അറിയില്ല. അപ്പം പക്ഷെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന നളിനി ചേച്ചിയെ പോലെയൊക്കെയുള്ള കേരളത്തിലെ വളരെ പ്രസിദ്ധരായിട്ടുള്ള, വളരെ അക്കാഡമിക്കലി നന്നായി എഴുതാൻ പറ്റുന്ന, അങ്ങനെയൊക്കെയുള്ള വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ധാരാളം സെക്സ് വർക്കേഴ്സിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ തെരുവിലെ ലൈംഗിക തൊഴിലാളികൾ തന്നെയായിരുന്നു മാതൃക, അതായിരുന്നു ഹോംവർക്കിന്റെ മാതൃകയായി മാറിയത്. തീർച്ചയായിട്ടും. അത് ഒറ്റ ക്യാരക്ടർ മാതൃകയായിട്ടുണ്ടായിരുന്നോ അതോ പലരിൽ നിന്നും ആണോ ആ ശരീരഭാഷ, ആ ഭാഷ അതൊക്കെ സ്വന്തമാക്കിയത്? പലവരും ഉണ്ടാവും. ഇതിൽ പ്രധാനമായിട്ടും ഡയറക്ടറുടെ ഒരു ഡിസൈനിങ് ഉണ്ടാവുമല്ലോ ക്യാരക്ടറിന്റെ, അത് തന്നെയായിരിക്കും. അതിന്റെ അകത്ത് ഞാൻ എങ്ങനെ എന്നെ പ്ലേസ് ചെയ്തു എന്നുള്ളതാണ്.
അല്ലേ? അപ്പൊ അതില് സ്വാഭാവികമായിട്ടും ഇപ്പം ഇതില് പിന്നെ ഒരു പണം കിട്ടുന്ന സമയത്ത് ഇവിടെ തിരികെ വെക്കുന്നതുണ്ട്. അപ്പൊ ഞങ്ങൾ ഇത്തരം വർക്ക്ഷോപ്പിന്റെ സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചോദിക്കും, എങ്ങനെയാണ് പേഴ്സ്. അപ്പം സ്ഥിരമായും മലയാളം സിനിമയിലുള്ളതാണ് ഇവിടെ ഇങ്ങനെ പൈസ എടുത്ത് സ്ത്രീകൾ വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും അല്ല അവർ ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. ഞങ്ങളൊരു സീൻ നമ്മൾ പിന്നെ വർക്ക്ഷോപ്പിൽ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഒരാളെ വളയ്ക്കുന്നത്, ഒരു ക്ലയന്റിനെ എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് അവരോട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ അവരോട് നിങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ അഭിനയിച്ച് കാണിക്കുകയാണ്. അപ്പം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞ സമയത്ത് ലൈംഗിക തൊഴിലാളികൾ ഞങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഞങ്ങൾ ചെയ്യാം, നിങ്ങൾ ഇത്രയും ഭയങ്കരമായിട്ട് ഓവർ ആക്ടിങ് ആണ് നിങ്ങളുടേത്, ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്രയും വിഷമമില്ല, ഒരു ചെറിയൊരു ഒരു കൈ കൊണ്ടുള്ള ഒരു ചലനം കൊണ്ടോ ഒരു കണ്ണുകൊണ്ടുള്ള ചലനം കൊണ്ടോ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഒരു ക്ലയന്റിന് കിട്ടുക എന്ന് പറയുന്നത് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ സ്ക്രിപ്റ്റിന്റെ അകത്തേക്ക് പെട്ടെന്ന് തന്നെ ചെല്ലാനും എന്റേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ കുറച്ചെങ്കിലും കൊടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു.